ചായ വേണോ? എനിക്ക് വേണ്ട. ഒരെണ്ണെടുത്ത് കഴിയും. വേണ്ട, നീ കയറ്റിക്കോ. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്നെ എത്ര സീരിയസ്? എൻ്റെ മുഖത്ത് നോക്കൂ. എന്നെ വർക്കിച്ച എനിക്ക് മുഖത്ത് നോക്കാൻ തോന്നുന്നില്ല. ഈ താടിയും മീശ ഇല്ലാത്ത മോന്തക്കിട്ട് നോക്കിയിട്ട് ഏതാണ്ട് പോലെ. നീ ഇപ്പം ചെയ്യുന്നതൊന്നും ശരിയല്ല. ഞാൻ എന്നാ ശരികേടാ ചെയ്തത്? നിങ്ങളാ ശരികേട് കാണിച്ചു വെച്ചിരിക്കുന്ന മുഖത്ത്. എന്നതാ? ആ ജീവമോനെയും കിരൺ മോനെയും നീ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോണെന്ന് പറഞ്ഞു. ആ, അതിനിപ്പോ എന്നതിനാ? എന്നാത്തിനാന്നോ അല്ലാത്ത കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. ഇതേ എൻ്റെ വീടാ. നിന്റെ വീടല്ല, ഇത് എൻ്റെ വീടാണ്. നിന്റെ പേരിലാണ്. അത് വിവരമില്ലാത്ത എൻ്റെ അപ്പൻ ചെയ്തു വെച്ച കാര്യമാണ്. അയാൾക്ക് പണ്ടേ വിവരമില്ല. അത് എൻ്റെ മിടുക്ക്. ഇതെൻ്റെ പേരിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സാമർത്ഥ്യം ഇല്ലാതെ പോയത്? ഞങ്ങളെ കുടുംബത്തിൽ എല്ലാവർക്കും എന്താണെന്ന് അറിയോ? കൊടുത്താണ് പരിചയം. നിങ്ങൾ കാര്യം പറവർക്കിച്ച എന്നാ അവരെവിടുന്ന് പറഞ്ഞു വിടാൻ പോകും. എന്നിട്ട് വേറെ ഇത്തിരി കൂടെ കൂടുതൽ പേയ്മെന്റ് തരുന്ന ആരെങ്കിലും 2-3 പേരെ നിത്യമോളെ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിർത്തും. എന്നാ നിത്യമോള് ശരിയാക്കി തരും. അവള് കുറെ ശരിയാക്കിയിട്ടുണ്ട്. അവള് തന്നെ ഇത്തിൽ കണ്ണിയാണ്. അവള് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കൂട്ടുകാർ ബാംഗ്ലൂരിൽ നിന്ന്. കിരൺ മോനും ജീവൻ മോനും എന്നെങ്കിലും നിനക്ക് വാടക തരാതിരുന്നിട്ടുണ്ട്. എപ്പോഴാ തരുന്ന? 2-3 മാസം ആകുമ്പോഴാ. 3 മാസത്തെ കുടിശ്ശികയല്ലേ ഉള്ളൂ. 3 മാസത്തെ കുടിശ്ശിക ഒരു കുടിശ്ശികയല്ലേ? എന്തൊക്കെ ആയാലെന്താ, അവന്മാരിവിടെ ഉള്ളത് ഞാനില്ലാത്ത വീടിനൊരു ബലമാണ്, ഒരുറപ്പാണ്. പിന്നെ നിന്നെ അവർ രണ്ടുപേരും കാണുന്ന ഒരു അമ്മാമ്മയുടെ സ്ഥാനത്ത്, അല്ല അമ്മയുടെ സ്ഥാനത്ത്. എന്നിട്ടാണ് അവരെ പറയുന്നത്. നിങ്ങൾ എന്തുവാ ഇപ്പൊ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചേക്ക്. നമ്മളെ ജീവമോനുണ്ടല്ലോ, അവൻ ഈ അഭിനയത്തിന്റെ ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ളതാണ്. അവൻ ഇവള് റീൽസ് ചെയ്യുന്ന കണ്ടിട്ട് അവൻ ഒന്ന് പറഞ്ഞ് അതങ്ങനെ ശരിയായില്ല, അതൊന്ന് ഇങ്ങനെ ചെയ്യുമോ എന്ന് എളിമയോടുകൂടി ചോദിച്ചതാണ്. അപ്പോഴേക്കും അവളെ തനി സ്വഭാവം പുറത്തു വന്നു. സത്യം? പിന്നല്ലാതെ. അതിന് നിന്നെ കരുവാക്കി. നീ മണ്ടിയാണല്ല, നീ ഇതൊക്കെ വിശ്വസിക്കും. സത്യമാണെന്നേ. പാവം അവറ്റകൾ എവിടെ പോവാനാണ്? നമ്മളിവിടെ നിൽക്കുന്നുണ്ടെങ്കിലും വാടകക്കാരാണെങ്കിലും പാത്രം കഴുകി തരുന്നുണ്ട്, ഭക്ഷണം വെക്കുന്നുണ്ട്, പച്ചക്കറി ഇതെല്ലാം അരിഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ഏത് പെയിന്റ് ഗസ്റ്റുകളാണ് ചെയ്തു തരുന്നത്? അതും ഒരു കണക്കിന് ശരിയാ. അതാ ഞാൻ പറഞ്ഞതാ. പിന്നെ എന്നാ നിക്കട്ടെ. നമ്മൾ ഇച്ചിരി പൈസ ലാഭത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നല്ല 2 പിള്ളേരെ നഷ്ടപ്പെടും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവര് മക്കളെ പോലെ തന്നെയാ. അവന്മാരുണ്ടാവും വേണ്ട. എനിക്ക് ധൈര്യത്തിൽ പോവാം. എനിക്കതല്ല, നിങ്ങൾക്ക് അവരെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നല്ലോ. ഇപ്പൊ എന്തോ ഒരു ഒലിപ്പിച്ച സ്നേഹം. അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് അവന്മാരെ ബേസിക്കലി ഇഷ്ടമല്ലെങ്കിലും ഭയങ്കര ഉപകാരികളാണ്. ഏതായാലും വർക്കിച്ചൻ ഒരു കാര്യം പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട. ഞാനായിട്ട് ഇനി അവരെ പറഞ്ഞു വിടുന്നില്ല. ഇതാണ് പറയുന്നത്, പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് പറയുന്നത്. എന്തിനും ഞാൻ കൂടെ വേണം. ഞാനേ അവളോടൊന്നും പറയട്ടെ, പേയിങ് ഗസ്റ്റിനെ കൊണ്ടുവരണ്ട, ഇവരെ തന്നെയാണ് നിർത്തുന്നത്. നിത്യമോളെ, എന്നോടാണ് കളിയവള. പൊട്ടനും പോയി ചട്ടനും പോയി, ബോട്ട് കിട്ടി ഐലേസ. അയ്യോ മോളെ, എന്തായി ആന്റി? അവരെ പറഞ്ഞു വിട്ടോ? ഇല്ലടി, അവരെ പറഞ്ഞു വിടണ്ടെന്ന് തീരുമാനിച്ചു. അതെന്താ അങ്ങനെ? അല്ല, ഇത്രയും നാളുവേ അവരല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്. എടുപിടിന്ന് അവരെ അങ്ങ് പറഞ്ഞു വിട്ട അവർക്കത് വിഷമാവും, എനിക്കും വിഷമാവും. ആന്റിന്റെ തലയിൽ എന്താ പുണ്ണാക്കാണോ? അതങ്ങനെ ചോദിച്ചു. ഈ പൊര നിറഞ്ഞു നിൽക്കുന്ന ആ 2 അവന്മാരെ ഒരു പണിയും ചെയ്യിപ്പിക്കാതെ ഇവിടെ ഇരുത്തി ഫുഡും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് കുളിപ്പിച്ച് ഇവിടെ ഇങ്ങനെ താമസിപ്പിക്കാനായിട്ട് ആന്റിന്റെ തലയിൽ പുണ്ണാക്കാണോന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു പണിയും ചെയ്യാതിരിക്കുന്ന അവരല്ലല്ലോ, നീയല്ലേ. അവരെന്നെ അടുക്കളയിൽ സഹായിക്കും, ചപ്പാത്തിയും ഉണ്ടാക്കും, പാത്രവും കഴുകും, തുണി അലക്കും. അവരെന്തെല്ലാം ജോലി ഇവിടെ ചെയ്യുന്നുണ്ട്. പുല്ല് പറിക്കുന്നുണ്ട്, മുറ്റം തൂക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു ആൺപിള്ളേർ ചെയ്യുന്നത്? ഇതൊക്കെ പെൺപിള്ളേർ ചെയ്യേണ്ട ജോലിയാ. എന്നിട്ട് നീ ഇവിടെ എന്തേലും ചെയ്യുന്നുണ്ടോ? ഇത് വെച്ചിട്ട് ഒരു പിക്ക് എടുക്കണം, എന്നിട്ട് വേണം എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഇട്ട് പൊളിക്കാൻ.
ഞാൻ ഈ പ്രാവശ്യം കലക്കും. അവനെ വിളിക്കണം. എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒത്തിരി കൂടി ഫോട്ടോ എടുക്കണം, എന്നിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് ഞാൻ അങ്ങ് തകർക്കും. അതെ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. എന്തിന് നീ അക്രമൊന്നും കാണിക്കല്ല. എന്റെ പൊന്നു വർക്കിച്ചേട്ടാ, സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ പിറക്കാതെ പോയൊരു അമ്മാവനാണ് വർക്കിച്ചേട്ടൻ. കാരണം ഞാൻ ഇന്ന് ഇവിടുന്ന് പുറത്താവുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. പക്ഷെ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ വർക്കി ആള് പെറുക്കിയാണെങ്കിലും ഈ വലിയ ശരീരത്തിനുള്ളിൽ ഒരു വെള്ള മനസ്സുണ്ട്. എനിക്ക് വല്ലാത്തൊരു ബഹുമാനമായി പോയി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വർക്കിച്ചേട്ടനിൽ നിന്ന് ഇത്രയും ഒരു നല്ല കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്താണെങ്കിലും ഇതിന് ഒരു പ്രത്യേകകാരം ഞാൻ ചെയ്തിരിക്കും. നീ ചെയ്യണം. നിനക്ക് സ്മരണ ഉണ്ടായിരിക്കണം എപ്പോഴും. 1970 നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇത് 2024 ഈ ആണുങ്ങളെ തന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കണം. ആന്റിക്ക് സെക്യൂരിറ്റി വേണമെങ്കിൽ ആൺപിള്ളേർ തന്നെ വേണം. പെൺപിള്ളേർക്ക് എന്താ ശക്തിയില്ലേ? പെൺപിള്ളേർക്ക് എന്താ ബുദ്ധിയില്ലേ? നീ ഇവിടെ എന്നെ നോക്കി ഇരിക്കുവല്ലോ. നിനക്ക് ഏത് നേരം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് അത് നോക്കി തോണ്ടിക്കൊണ്ടിരിപ്പല്ലേ. ആ പിള്ളേർ എന്നെ എത്ര കെയർ ചെയ്യുന്നുണ്ടെന്നറിയാവോ? നിങ്ങളൊരു കെട്ടിയോനും 2 പൊട്ടന്മാരും. അത് ശരിയാണ്. ഞാനത് കാര്യം പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അവളെ എൻ്റെ അടുത്ത് അഹങ്കാരം കാണിച്ചു. എനിക്കിട്ട് അവള് കാട്ടും. നിനക്ക് എൻ്റെ കെട്ടിയോള് പകുതിയും ചീത്തയാവുന്നത് അവളെ ഈ മൂശാട്ട സ്വഭാവം കൊണ്ടാണ്. അതുകൊണ്ടാണ്. എനിക്ക് ചില സമയത്തുണ്ടല്ലോ അവളെ റീൽസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ അവിടെ മോന്ത പിടിച്ചിട്ട് ഭിത്തിയിൽ ഉരയ്ക്കാൻ തോന്നൂലേ? അത് തോന്നണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മര്യാദയ്ക്ക് ചെയ്യാൻ പറഞ്ഞത്. അവള് എൻ്റെ അടുത്ത് അഹങ്കാരം. നമ്മള് കൊള്ളുകാലാത്ത ആർട്ടിസ്റ്റ് നമുക്ക് എങ്ങും ഓഡീഷന് പോയാൽ കിട്ടാത്തത് നമ്മൾ കൊള്ളുകാലാത്തവനായോണ്ടാണെന്ന് എൻ്റെ അടുത്ത് എന്നെ അപമാനിക്കുന്നു. ഞാനിത് എപ്പോഴും പറയാറുണ്ട്. എന്ത്? ആന്റിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കണ പോലെയാണ് ആന്റിയോട് ഒരു കാര്യം സംസാരിക്കുന്നത്. ആന്റിന്റെ തലയിൽ ഇത് തന്നെ അങ്ങനെ അടിച്ചുറപ്പിച്ച് അവിടെ ആരെങ്കിലും വെച്ചിരിക്കുകയാണോ? ഈ പെണ്ണിനെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത്തിരി പൈസക്ക് വേണ്ടിയിട്ട് ഇത്ര നാളും മക്കളെ പോലെ കണ്ടിരുന്നവരെ ഇറക്കി അങ്ങനെ വിടാൻ പറ്റുമോ? ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ജീവിക്കാനേ എനിക്ക് ഇഷ്ടമല്ല. നിനക്കാ ക്യാരക്ടർ ഇല്ലാത്തത്. നീ അല്ലേ അവനെ തേച്ചത്. ഇപ്പൊ നിങ്ങൾ അതും കൂടി കയറി പിടിക്കാൻ തുടങ്ങിയല്ലേ? ഞാനാണ് അവനെ തേച്ചത്. അവനോട് ഓരോ നിമിഷവും കാണുമ്പോ ഉണ്ടല്ലോ എന്റെ ഹൃദയം നുറുങ്ങി പോവാണ്, അറിയാമോ? അവൻ എന്നെ എന്തോരം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയോ? അത് വിചാരിച്ചിട്ടെങ്കിൽ ആന്റിക്ക് അവനെ ഇവിടെ കേട്ട് താമസിപ്പിക്കാണ്ടിരുന്നൂടെ? ഒന്നും പറഞ്ഞുകൂടാ ആന്റി, നല്ല ആന്റി അല്ലേ? പ്ലീസ്. ഇല്ല, എനിക്ക് അവരെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. മോൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ആ പിള്ളേർ എനിക്ക് എന്റെ മക്കളാ. ഞാൻ അവരെ പറഞ്ഞു വിടത്തില്ല. നിനക്ക് സൗകര്യം ഉണ്ടോ ഇവിടെ നിൽക്കി, ഇല്ലെങ്കിൽ എങ്ങോട്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോ. ഞാൻ അവളുടെ അടുത്ത് രചിക്കുന്ന ഒരു 2 വർത്തമാനം പറഞ്ഞില്ല എനിക്കൊരു മനസ്സമാനം. ധൈര്യമായിട്ട് വയ്ക്കോ, ഞാൻ പിന്നെ തന്നെ ഉണ്ട്. നല്ലതുണ്ട്. പിന്നെ ആട്ടാട്ടിക്കുക. 2 ആട്ടാട്ടിട്ട് വരാം, അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തി കിട്ടൂല. അതാ ഞാൻ അപ്പോഴേക്ക് 4-5 പോസ് പിടിച്ച്. ശരി ശരി, വരാം. ധൈര്യമായിട്ട് വയ്ക്കോ. ഓണം കെടുത്തി കളഞ്ഞില്ലേ? എനിക്ക് വീട്ടിലൊരു വിലയില്ലാണ്ടാക്കി കളഞ്ഞില്ലേ? ഞാൻ എങ്ങനെ അവന്റെ മൂത്ത് നോക്കും? വളരെ സന്തോഷത്തിലാണല്ലോ. അതെ, ഞാൻ ആ റീലെടുത്ത് തരാത്തതിന്റെ ദേഷ്യമില്ലേ ഈ തീർത്ഥം മൊത്തം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില സമയത്ത് ഞങ്ങൾ ആമ്പിള്ളേർ ഭയങ്കര മാസമായിരിക്കും. തോൽവി എന്നും തോൽവി തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയത്തില്ലേ, ന്യായം എപ്പോഴും ഞങ്ങളുടെ ഭാഗത്താണ്. പിന്നെ ഞാൻ നിനക്ക് നല്ല രീതിയിൽ റീൽ എടുത്ത് തരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന. ഇനി ഞാൻ ആ റീൽ എടുക്കുന്ന പരിസരത്തേക്കും വരില്ല. നിനക്കൊരു അഭിപ്രായം പറഞ്ഞു തരാമ്പോഴുള്ള പറ്റുവാണെങ്കിൽ ഞാൻ ആ വീഡിയോയ്ക്ക് ഞാൻ റിപ്പോർട്ട് അടിക്കും. എന്നെ കൊണ്ട് ഇപ്പം അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ കലിപ്പ് സീനാണ്. പിന്നെ അതുകൊണ്ട് ഇനി നോക്കിയും കണ്ടുമൊക്കെ നിൽക്കാം. ഞങ്ങളുടെ മേലെ പാര വയ്ക്കാൻ വരരുത്. ഞങ്ങളുടെ മേലെ തന്നെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാന്തോ മാന്താൻ വന്നാൽ ഞങ്ങൾ കടിക്കും. മനസ്സിലായ? ഇത് വെറും ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇനി മേല എൻ്റെ മേലൊരു ഉപദ്രവം, ഞങ്ങളുടെ മേലൊരു ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കേട്ടല്ലോ?
ദേഷ്യത്തിലൊന്നും മോന്ത വെച്ചിട്ട് കാര്യമില്ല. ഇതിനുള്ള പണി ഞാൻ ഇവന് കൊടുത്തില്ലെങ്കിൽ നോക്കിക്കോ.